ഹലോ. ഇന്ന് ഞങ്ങള് ഫാമിലിയായിട്ട് നെല്ലിയാമ്പതിക്ക് ട്രിപ്പ് പോവാട്ടോ. അപ്പൊ ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏഹ് ഇന്ന് തലേദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു ട്ടോ. അപ്പൊ ഞങ്ങള് വിചാരിച്ചു മഴയൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ അല്ല, നല്ല വെയിലുണ്ടായിരുന്നു ട്ടോ. പിന്നെ ഞങ്ങള് കുതിരാൻ വഴിയാ പോകുന്നേ. അവിടെ പോകുമ്പോ എപ്പഴും ഞങ്ങള് അവിടുത്തെ അയ്യപ്പന്റെ അമ്പലത്തിൽ കേറും ട്ടോ. അവിടെ ചെന്ന് കാണിക്ക ഇട്ടിട്ടേ ഞങ്ങള് പോവാറുള്ളൂ. അങ്ങനെ ഇത്തവണയും ഞങ്ങള് അവിടെ ചെന്ന് തൊഴുതു ട്ടോ. ഇത്തവണ അവിടെ ചെന്നപ്പോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ട്ടോ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാ. കഴിഞ്ഞ തവണ പോയപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ട്ടോ. ഇത്തവണ പക്ഷെ അങ്ങനെ തിരക്കുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ ഏകദേശം ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാ. പിന്നെ ഞങ്ങൾ അവിടെ കേറി തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങി ട്ടോ. ഇത്തവണ വന്നപ്പോ കുരങ്ങന്മാരെയും കണ്ടില്ല. പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെയായിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് നെന്മാറ പെറ്റ് പാർക്കിലേക്കാട്ടോ പിന്നെ ഫസ്റ്റ് ആയിട്ട് പോയത്. അവിടേന്ന് പറഞ്ഞാ ഒരു പ്രത്യേക അനുഭവാട്ടോ. ആരെങ്കിലും നെന്മാറ വഴി പോണ്ടെങ്കി ഈ പെറ്റ് പാർക്കിൽ എന്തായാലും കേറണേ. ഇവിടെ കേറാൻ വേണ്ടി ഒരാൾക്ക് 150 രൂപയാട്ടോ ഫീസ് വരുന്നത്. ആ 150 രൂപയ്ക്ക് എന്തായാലും വെർത്ത് ആണ്. അത്രയ്ക്ക് അടിപൊളിയാട്ടോ. അവിടെ കേറിക്കഴിഞ്ഞാൽ നമ്മൾ കേറി വരുമ്പോ തന്നെ അവിടെ പാമ്പ്, പിന്നെ തത്ത, പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു ഓന്തിന്റെ ഒരു രൂപമുള്ള ഒരു ജീവി, അങ്ങനെ കുറേ മൃഗങ്ങള്. നമുക്കതിനെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, നമ്മുടെ കയ്യിൽ പിടിക്കാം, തോളിലിടാം, തൊടാം, എടുക്കാം. അങ്ങനത്തെ ഉള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ട്ടോ. കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പാമ്പിനെ തോളിലിട്ട് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ അടുത്തതിലേക്ക് കേറി ട്ടോ. അടുത്തതിലേക്ക് പോകുന്തോറും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇഷ്ടംപോലെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു ട്ടോ. പിന്നെ ഇത്രയും വലിയ ആമേനും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ട്ടോ. പിന്നെ കാട്ടുപൂച്ച, കടുവയുടെ രൂപമുള്ള മൃഗം, പക്ഷെ തല പൂച്ചയുടെ, അങ്ങനെ ഓരോരോ വെറൈറ്റി വെറൈറ്റി മൃഗങ്ങളായിരുന്നു ട്ടോ അവിടെ ഉള്ളത്. അപ്പൊ ഈ വഴി പോകുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം ട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇത് കൗതുകമായിരിക്കും ട്ടോ ഇവരെ കാണാൻ വേണ്ടി. അത്രയ്ക്ക് നല്ല സ്ഥലം ട്ടോ. പിന്നെ പിള്ളേർക്ക് വേണ്ടി ചെറിയൊരു പാർക്കും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ. ഇതൊരു വീട്ടിൽ തന്നെയാട്ടോ. വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കണ ഒരു സംഭവമാട്ടോ ഇത്. പിന്നെ വെറൈറ്റി വെറൈറ്റി മൃഗങ്ങളാട്ടോ അവിടെ ഉള്ളത്. കഴുത, ഒട്ടകം, പിന്നെ പശു, വലിയ പശു, പിന്നെ മുള്ളൻ പന്നി, ആട്, പല വെറൈറ്റി എലികള്, അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ഉണ്ട് ട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ ഇതിന്റെ ബാക്കിയായി ഞാൻ അടുത്ത വീഡിയോ വരാട്ടോ. ഓക്കെ, ബൈ.